എടമുട്ടം എളവാരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്ര ഹാളിൽ നടന്ന വാർഷികാഘോഷം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദിനേശ് മാഷ ഒരു നേതൃത്വം അതിനുണ്ട് എന്ന് പറയുമ്പോൾ ദിനേശ് മാഷ അതുപോലുള്ള മറ്റ് നല്ല ഡൈനാമിക്കായുള്ള നേതൃത്വമുള്ള ഒരു റെസിഡൻസ് അസോസിയേഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പഴയ കാലം നമുക്കെന്നും ഒരു സ്വപ്നം തന്നെയാണ്. മാഷോടെ നേരത്തെ പറഞ്ഞ് 25 പേരടങ്ങുന്ന ഒരു കുടുംബം ഞാൻ ആലോചിക്കായിരുന്നു. ആ 25 പേരുടെ കൂട്ടുകുടുംബത്തെ കുറിച്ച് മാഷ പറഞ്ഞ് ഞാൻ ആലോചിക്കായിരുന്നു. എന്തിരുന്നല്ല കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ടാണ് ഈ മൊബൈലിലെ 21ാം നൂറ്റാണ്ടിൽ AI കാലം അല്ലേ, AI കാലത്തിലേക്ക് നമ്മളെത്തി, അണുകുടുംബത്തിലേക്ക് എത്തി. അപ്പം അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്, ആധുനിക സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ വസ്തുത ശരി തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് എല്ലാ ജാതിക്കും മതത്തിനും പൊളിറ്റിക്സിനും എല്ലാത്തിനും അപ്പുറത്ത് നമ്മളെല്ലാവരും ഒന്നായി കാണുന്ന ഈ ഒരു വേദി കാണുമ്പോൾ ഇതിനേക്കാൾ അഭിമാനകരമായിട്ട് എനിക്ക് വേറൊന്നുമില്ല. അത്രയും ഗംഭീരമായിരിക്കുന്ന ഈ വേദി. ആ രീതിയിലാണ് ഈ പ്രവർത്തനം കാണുന്നത്. നാനാതരത്തിലുള്ള നാനാ മതസ്ഥരായ ആളുകൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യയിൽ പോയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഈ വളരെ അതിർത്തി കഴിഞ്ഞാൽ നമുക്കിതേപോലെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് അതിന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും നേട്ടം. ഒരാളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. എളവാരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് MP ദിനേശൻ അധ്യക്ഷനായി. തൃപ്പയാർ കപിലാശ്രമം സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, കരയാമുട്ടം ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജിതിൻ റാം, എളവാരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ BC, വാഴപ്പള്ളി ക്ഷേത്രം പ്രസിഡന്റ് BU ഉണ്ണികൃഷ്ണൻ, അശ്വതി, ഷൺജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടന്നു.